നിയമ കമ്മിറ്റി റിപ്പോർട്ട് ഉയർത്തിയ വിവാദങ്ങൾക്കൊടുവിൽ ഉലയാതെ മലയാള സിനിമ മുന്നോട്ട്. താരങ്ങൾക്കെതിരായ ആരോപണവും പോലീസ് കേസും സൃഷ്ടിച്ച പ്രതിച്ഛായ നഷ്ടത്തിനിടയിലും ചിത്രീകരണം തടസ്സമില്ലാതെ നടക്കുന്നു. പുതിയ സിനിമയ്ക്കുള്ള മുന്നൊരുക്കങ്ങളും ഷൂട്ടിംഗ് പൂർത്തിയാക്കിയവരുടെ തുടർജോലികളും പുരോഗമിക്കുന്നുണ്ട്. ചെറുതും വലുതുമായ 10ഓളം സിനിമകൾ ഇപ്പോൾ ചിത്രീകരണത്തിലാണ്. ഗൗതം മേനോൻ സംവിധാനം ചെയ്യുന്ന മമ്മൂട്ടി ചിത്രം, ഗോകുലം മൂവീസ് നിർമ്മിക്കുന്ന ദിലീപ് ചിത്രം, ഷാഹിർ കബീർ സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നിവ ഇത് ഉൾപ്പെടും. ഗൗതം മേനോൻ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഭാഗങ്ങൾ പൂർത്തിയായി. ബാക്കിയുള്ള രംഗങ്ങളാണ് ചിത്രീകരിക്കുന്നത്. കൊച്ചിയിലെ സ്റ്റുഡിയോയിൽ ഡബ്ബിംഗ് പൂർത്തിയാക്കുന്ന ചിത്രങ്ങൾ 10ഓളം ഉണ്ട്. അമൽനീർ സംവിധാനം ചെയ്യുന്ന കുഞ്ചാക്കോ ബോബൻ ചിത്രം ബോഗൻ വില്ല, ടൊവിനോ തോമസിൻ്റെ ഐഡൻറ്റിറ്റി, ബേസിൽ ജോസഫിൻ്റെ പ്രാവൻകൂട് ഷാപ്പ്, ബേസിലും നസ്രിയും ഒരുമിക്കുന്ന സൂക്ഷ്മദർശിനി തുടങ്ങിയവ ഇവയിൽ ചിലത്. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ബാറോസിൻ്റെ മിക്സിംഗ് ജോലികൾ ചെന്നൈയിൽ നടക്കുന്നു. മമ്മൂട്ടി ചിത്രം നിർമ്മാതാവ് ഷിബുജി സുശീലിൻ്റെ പുതിയ ചിത്രം, ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന സിനിമ എന്നിവയുടെ പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിലാണ്. ഫിലിം ചേംബറിൻ്റെ പുതിയ സിനിമകളുടെ രജിസ്ട്രേഷൻ മുടക്കമില്ലാതെ തുടരുകയാണ്. കേസിൽ ഉൾപ്പെട്ടവരുടെ സിദ്ദിഖ്, ദിലീപിൻ്റെ ചിത്രങ്ങളിലും ഇടവേള ബാബു, ഫഹദ് ഫാസിൽ നായകനാകുന്ന സിനിമയിലുമുണ്ട്. കത്തനാറാണ് ജയസൂര്യയുടെ പ്രധാന സിനിമ. അറസ്റ്റ് പോലുള്ള നടപടി ഉണ്ടാകില്ലെന്ന് പോലീസ് വ്യക്തമാക്കിയിരുന്നിട്ടാലും